അറബിക്കടലിൽ ഒരുവിധത്തിലുള്ള അക്രമപ്രവർത്തനങ്ങളും ഇന്ത്യ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കടൽക്കൊള്ളക്കാർ തടവിലാക്കിയ മുഴുവൻ തൊഴിലാളികളെയും പുറത്തെത്തിച്ച് ഇന്ത്യൻ നാവികസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് മാർക്കോസ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. കപ്പൽ കടൽക്കൊള്ളക്കാർ റാഞ്ചപ്പെട്ടു എന്ന വാർത്ത യുണൈറ്റഡ് കിങ്ഡം മറൈൻ ട്രേഡ് ഓപ്പറേഷൻസ് എന്ന ബ്രിട്ടീഷ് റോയൽ നാവികസേനാ വിഭാഗം പുറത്തുവിട്ട ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ ഗൈഡഡ് മിസൈൽ കാരിയർ ആയ INS ചെന്നൈയെ സക്കോട്രോയുടെ തെക്ക് ഭാഗത്തു നിന്നും കപ്പലിൻ്റെ ഭാഗത്തേക്ക് വഴിതിരിച്ചുവിട്ടിരുന്നു. ഇൻ്റഗ്രൽ ഹെലികോപ്റ്ററിൻ്റെയും സീ ഗാർഡിയൻ ഡ്രോണിൻ്റെയും P-81 അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലിനെയും റാഞ്ചിയ കപ്പലിൻ്റെ അതിപാതയിൽ വച്ച് തന്നെ തടയാൻ ഇന്ത്യൻ നാവികസേന അയച്ചിരുന്നതായിരുന്നു. നേരത്തെ ഇന്ത്യയുടെ പ്രസിദ്ധമായ മറൈൻ കമാൻഡോ കോർപ്സ് അഥവാ മാർക്കോസ് തട്ടിയെടുത്ത കപ്പൽ IMF ലൈലയിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്ത ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത പ്രകാരം കടൽക്കൊള്ളക്കാരുടെ പൊടി പോലും കപ്പലിൽ എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഇന്ത്യൻ നാവികസേന നൽകിയ വിവരം പ്രകാരം അണുനശീകരണ പ്രക്രിയ മാർക്കോസ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അറബിക്കടലിൽ സമുദ്ര വ്യാപാര സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി INS കൊച്ചി, INS കൊൽക്കത്ത, INS മോർഗുമാവോ എന്നീ ഡിസ്ട്രോയർ കപ്പലുകളാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ തൽവാർ ക്ലാസിക്കിലുള്ള ഫ്രിഗേറ്റുകളും മിസൈലുകളും ബോട്ടുകളും ഇന്ത്യ അവിടെ നിരത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക സേനയാണ് മറൈൻ കമാൻഡോകൾ. മാർക്കോസ് എന്ന ചുരുക്കപ്പേരിലും ഔദ്യോഗികമായി മറൈൻ കമാൻഡോ ഫോഴ്സ് എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ അഭിപ്രായത്തിൽ മാർക്കോസിനെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അത് പിന്നീട് മറൈൻ കമാൻഡോ ഫോഴ്സ് എന്നാക്കി മാറ്റുകയായിരുന്നു. മാർക്കോസ് എന്ന ചുരുക്കെഴുത്ത് പിന്നീട് വന്നതാണ്. 1987 ഫെബ്രുവരിയിലാണ് മാർക്കോസ് സ്ഥാപിതമായത്. എല്ലാത്തരം പരിതസ്ഥിതികളിലും പ്രവർത്തിക്കാൻ മാർക്കോസിന് കഴിയുന്നുണ്ട്. കടലിലും വായുവിലും കരയിലും സേന ക്രമേണ കൂടുതൽ അനുഭവപരിചയവും പ്രൊഫഷണലിസത്തിന് അന്താരാഷ്ട്ര പ്രശംസയും നേടിയിട്ടുണ്ട്. 65 ചതുരശ്ര കിലോമീറ്റർ ശുദ്ധജല തടാകമായ ചൽസം നദിയിലൂടെയും ഗുലാർ തടാകത്തിലൂടെയും മാർക്കോസ് ജമ്മു കാശ്മീരിൽ പ്രത്യേക നാവിക പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രദേശത്ത് കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചില മാർക്കോസ് യൂണിറ്റുകൾ ട്രൈ സർവീസ് സായുധ സേനയുടെ പ്രത്യേക പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ്. 1955 ബ്രിട്ടീഷ് സ്പെഷ്യൽ ബോട്ട് സർവീസിൻ്റെ സഹായത്തോടെ ഇന്ത്യൻ സൈന്യം കൊച്ചിയിൽ ഒരു ഡൈവിംഗ് സ്കൂൾ സ്ഥാപിക്കുകയും സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യൽ, ക്ലിയറൻസ്, സാൽവേജ് ഡൈവിംഗ് തുടങ്ങി ബോംബാറ്റ് ഡൈവേഴ്സ് കഴിവുകൾ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അട്ടിമറി ദൗത്യങ്ങൾക്കായി വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതിനാൽ കോംബാറ്റ് ഡ്രൈവർമാർ ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരിക്കുന്നതിൽ നിന്ന് പരാജയപ്പെടുകയായിരുന്നു. യുദ്ധസമയത്ത് ദൗത്യത്തിന് അയച്ചെങ്കിലും പാകിസ്ഥാൻ സൈനിക സ്ഥാപനങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ലാത്ത ബംഗ്ലാദേശിൽ നിന്നുള്ള കലാപകാരികൾക്ക് കോംബാറ്റ് ഡൈവർമാർ അടിസ്ഥാന അണ്ടർ വാട്ടർ പൊളിക്കൽ പരിശീലനവും പഠിപ്പിച്ചിരുന്നു. കോക്സ് ബസാറിലെ പാകിസ്ഥാൻ സൈനിക താവളത്തിനെതിരായ ലാൻഡിംഗ് ഓപ്പറേഷനുകളിൽ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുകയുണ്ടായി. യുദ്ധം അവസാനിച്ചതിന് ശേഷം സൈനിക യൂണിറ്റുകൾ പലപ്പോഴും ഉഭയജീവി അഭ്യാസങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1983 340 ആർമി ഇൻഡിപെൻഡൻറ്റ് ബ്രിഗേഡ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ ആർമി രൂപീകരണം സംബന്ധിച്ച് ഒരു ആക്രമണ യൂണിറ്റാക്കി മാറ്റുകയും പിന്നീടുള്ള വർഷങ്ങളിൽ സംയുക്ത വ്യോമ അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 1986 ഏപ്രിൽ ഇന്ത്യൻ നാവികസേന സമുദ്രാന്തരീക്ഷത്തിൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും റെയ്ഡുകളും നിരീക്ഷണങ്ങളും നടത്തുവാനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനും പ്രാപ്തമായ പ്രത്യേക സേനാ യൂണിറ്റിനെ രൂപീകരിക്കാൻ ആസൂത്രണം ചെയ്തു. പിന്നീട് 55 സ്ഥാപിതമായ ഡൈവിംഗ് യൂണിറ്റിൽ നിന്ന് 3 വോളണ്ടിയർമാർ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുകയും കൊറോനാഡോയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി സിലുകളുമായി പരിശീലന കോഴ്സുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ പ്രത്യേക ബോട്ട് സർവീസുമായി പരിശീലന എക്സ്ചേഞ്ചുകൾക്ക് പോവുകയും ചെയ്തു. തുടർന്നാണ് 1987 ഫെബ്രുവരിയിൽ ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. ഈ 3 ഓഫീസർമാർ അതിൻ്റെ ആദ്യ അംഗങ്ങളായിരുന്നു. 1991 IMSFൻ്റെ മറൈൻ കമാൻഡോ ഫോഴ്സ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു.